ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജും വളരെ പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ഫ്രീസറിലൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നിറയെ ഐസ് കട്ടയായിട്ടിരിക്കും. നമുക്ക് എന്നും വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പെടുത്ത് ആ ഐസിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള ഐസൊന്നും വലിച്ചെടുക്കാനോ ഒന്നും പാടില്ല. ഇത് എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് ഇല്ലാതായിപ്പോൾ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐസ് നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര കട്ടയുള്ള ഐസും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്സായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച ആ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നമുക്ക് നല്ല വെളുപ്പിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അടുത്ത് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ലിക്വിഡാണ്. നമ്മൾ പാത്രം കഴുകാൻ ഏത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല പഞ്ഞി പോലത്തെ ഒരു സ്ക്രബ്ബർ എടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും എടുക്കല്ലേ, പഞ്ഞി പോലത്തെ ഇതുപോലത്തെ സ്ക്രബ്ബർ എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്ന് മുക്കി നല്ല ഫ്രിഡ്ജിൻ്റെ അകത്ത് അഴുക്കുള്ള ഭാഗത്തെല്ലാം ഒന്ന് വൃത്തിയാക്കി തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ചെറിയ ഒരു ബ്രഷ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്തും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കൈകൊണ്ട് വൃത്തിയാക്കാൻ പറ്റാത്തടത്തുള്ള അഴുക്കൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇടഭാഗത്തൊക്കെയുള്ള അഴുക്ക് ഇളക്കണമെങ്കിൽ നമുക്ക് അത് ബ്രഷ് ഉപയോഗിച്ച് ഇളക്കിയാലേ അത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫ്രിഡ്ജ് എന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. കാരണം എനിക്കിവിടെ പറ്റില്ല കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് കേക്കിൻ്റെ സാധനങ്ങളെല്ലാം വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ വല്ലപ്പോഴും നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വൃത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിൽ വെള്ളം പോകുന്ന ഭാഗത്ത് ഒരു ഈർക്കിൽ കൊണ്ട് ഇതുപോലെ അതിൻ്റെ അഴുക്കൊക്കെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കെട്ടി ഇനി പുറത്ത് വരാതെ തന്നെ നല്ലതുപോലെ പോവും. അപ്പം ഞാൻ അതാ കണ്ടോ, ബ്രഷ് ഉപയോഗിച്ച് ആ ഇരയുടെ ഭാഗത്തുള്ള അഴുക്കെല്ലാം ഒന്ന് ഇളക്കി കളയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച ശേഷം നമുക്ക് നല്ലൊരു തുണി വെച്ച് ഇതിനെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഒരു തോർത്തോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ വെള്ളം മുക്കി നല്ലതുപോലെ തുടച്ച് ആ സോപ്പിൻ്റെയും അതുപോലെ തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തുടച്ചൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ, ഈ ഫ്രിഡ്ജിലെ എല്ലാ അഴുക്കും പോയി നല്ല പുതുപുത്തനായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ലതുപോലെ വൃത്തിയാവും കേട്ടോ. കണ്ടോ, ഫ്രിഡ്ജ് ഇവിടെ നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല പഴയ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഈ വെള്ളം വരുന്ന ആ ഒരു വെള്ളം കെട്ടിക്കുന്ന ആ ബോക്സില്ലേ, അതിൽ നിറയെ അഴുക്ക് കാണും. നമ്മൾ സ്ഥിരം വെള്ളം മാത്രമല്ലേ എടുത്ത് കളയുള്ളൂ, അത് വൃത്തിയാക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയാക്കാം. അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് ലിക്വിഡ് ഇതുപോലെ ഒന്ന് വീട്ടി കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കിളകി നല്ലതുപോലെ വെളുത്ത് കിട്ടും. നമുക്കിതിൽ ബ്രഷ് ഉപയോഗിച്ചൊക്കെ മാത്രമേ തേക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ ഇടഭാഗത്തുള്ള അഴുക്കെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ആ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ വെള്ളം വരുന്ന ആ ഒരു
ട്രാ എടുത്ത് നല്ലതുപോലെ ഇതുപോലെ കഴുകണം കേട്ടോ. ചില മിക്ക വീട്ടമ്മമാർക്ക് തിരക്ക് കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് തിരക്കൊക്കെ കുറഞ്ഞ സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഇത് അവലൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം കവറിലൊക്കെ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൽ കരിച്ച കയറി അതില്ലാതായി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അവലിലേക്ക് കുറച്ച് 2-3 വറ്റൽമുളകും 2 ഏലക്കയും കൂടെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് എത്ര നാളായാലും കേടാവാതെ ഒരു പ്രാണികളോ ഒന്നും വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ബോട്ടിലാണ് ഇട്ട് വയ്ക്കണമെങ്കിൽ അതേപോലെ ഒന്ന് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാളിരുന്നാലും ഇതുപോലെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്ന് വറുത്ത ശേഷം അവൽ സൂക്ഷിക്കുകയാണെങ്കിൽ, വറുത്ത് നല്ലതുപോലെ തണുത്ത ശേഷം അവൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ.